ഏപ്രിൽ 29 സിയനയിലെ വിശുദ്ധ കാതറിൻ. 1347 മുതൽ 1380 വരെ കാലഘട്ടം. ഇറ്റലിയിലെ സിയനയിൽ 1347 മാർച്ച് 25 ജക്കോപ്പ ലാപ്പ ബെനിൻകാസ ദമ്പതിമാരുടെ 25ാമത്തെ ശിശുവായി കാതറിൻ ജനിച്ചു. സമൃദ്ധിയും ഭക്തയും സന്തോഷവതിയുമായി വളർന്നു വന്ന കുട്ടി കന്യകയായി ജീവിക്കുവാൻ ഒരു സ്വകാര്യ വ്രതമെടുത്തു. ഒരു കൊച്ചുമുറിയിൽ താമസിക്കുവാൻ ഭക്തനായ പിതാവ് അവൾക്ക് അനുവാദം നൽകി. 12ാം വയസ്സിൽ ഒരു വിവാഹാലോചന ഉണ്ടായപ്പോൾ അവൾ തലമുടി വെട്ടിക്കളഞ്ഞു. ഒരിക്കൽ സഹോദരിമാരുടെ പ്രേരണയനുസരിച്ച് ആഡംബര വസ്ത്രങ്ങൾ ധരിച്ചതിന് മരണം വരെ മനസ്തപിച്ചുവെന്ന് പറയുന്നു. മൂത്ത സഹോദരി ബനവന്തൂരയുടെ മരണം അവളെ ഒന്നുകൂടി ഭക്തകൃത്യങ്ങളിലേക്ക് ആകർഷിച്ചു. പിതാവ് മകളുടെ സുഹൃത ജീവിതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. 18ാമത്തെ വയസ്സിൽ കാതറിൻ ഡൊമിനിക്കൻ 3ാം സഭയുടെ വസ്ത്രം സ്വീകരിച്ച് സ്വന്തം മുറിയിൽ പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടി. 3 വർഷം കുമ്പസാരക്കാരനോടല്ലാതെ മറ്റാരോടും സംസാരിച്ചിരുന്നില്ല. സംഭാഷണമൊക്കെ ദൈവത്തോട് മാത്രമായിരുന്നു. ഘോരമായ പരീക്ഷണങ്ങളും പ്രബലപ്പെട്ടു. ഒരശുദ്ധ പരീക്ഷണത്തിന് ശേഷം യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ ചോദിച്ചു, ഞാൻ പരിത്യക്തയായി ഭയങ്കരമായി കഷ്ടപ്പെട്ടപ്പോൾ ദിവ്യമണവാള അങ്ങ് എവിടെയായിരുന്നു? ഞാൻ നിൻ്റെ കൂടെയായിരുന്നു എന്ന മറുപടി. എന്ത്, എൻ്റെ ആത്മാവിനെ അലട്ടിയിരുന്ന ഈ മലിന സാഹചര്യങ്ങളിലോ? അവൾ ചോദിച്ചു. അതെ, നിനക്കത് അനിഷ്ടമായിരുന്നു. അതാണ് നിൻ്റെ യോഗ്യത. എൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നീ വിജയം നേടിയത്, കർത്താവ് പ്രതിവചിച്ചു. ഒരു കുഷ്ഠരോഗിയെയും ഒരു ക്യാൻസർ രോഗിയെയും അവൾ ശുശ്രൂഷിച്ചു. അവരിൽ നിന്ന് ലഭിച്ച പ്രതിഫലം ഏഷണി മാത്രമായിരുന്നു. പിന്നീട് അവർ മാനസാന്തരപ്പെട്ട് കുറ്റത്തിന് മാപ്പ് ചോദിച്ചു. 1374 രാജ്യമാസകലം സാംക്രമിക രോഗം പടർന്നു പിടിച്ചപ്പോൾ അനേകരെ അവൾ ശുശ്രൂഷിച്ചു. അവളുടെ പ്രാർത്ഥന വഴി അനേകം പേർ സൗഖ്യം പ്രാപിച്ചു. നിരവധി പാപികളെ അവൾ മാനസാന്തരപ്പെടുത്തി. 11ാം ഗ്രിഗോറിയോസ് പാപ്പായുടെ മഹ്റോനെ ഭയപ്പെടാതെ മാർപ്പാപ്പയ്ക്കെതിരായി യുദ്ധത്തിനൊരുങ്ങിയ ഫ്ലോറൻസും വെറൂജിയയും ടസ്കനിയും കാതറിൻ്റെ ഉപദേശം സ്വീകരിച്ച് യുദ്ധം വേണ്ടെന്ന് വെച്ചു. ഫ്രഞ്ചുകാരനായ 22ാം യോഹന്നാൻ മാർപ്പാപ്പ പാപ്പാസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ ആ സ്ഥാനം അവിഞ്ഞൂണിലേക്ക് മാറ്റി. 1316 ഇത് സംഭവിച്ചത്. അടുത്ത 5 മാർപ്പാപ്പമാർ അവിഞ്ഞൂണിൽ തന്നെ താമസിച്ചു. 1370 സ്ഥാനമേറ്റ 11ാം ഗ്രിഗറി റോമിലേക്ക് മടങ്ങുവാൻ സ്വകാര്യമായി ഒരു നേർച്ച നേർന്നിരുന്നു. ഇത് എങ്ങനെ നടത്താമെന്ന് മാർപ്പാപ്പ ചിന്തിച്ചിരിക്കെ താൻ എന്തു ചെയ്യണമെന്ന് കാതറിനോട് ചോദിച്ചു. അങ്ങ് ദൈവത്തോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിറവേറ്റുക എന്നായിരുന്നു അവളുടെ മറുപടി. തൻ്റെ സ്വകാര്യവ്രതം കാതറിന് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നുവെന്ന് കണ്ട് മാർപ്പാപ്പ ആശ്ചര്യപ്പെട്ടു. 1376 ജനുവരി 18 കാതറിൻ മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് റോമയിലേക്ക് മടങ്ങുവാൻ ആവശ്യപ്പെട്ടു. പല എഴുത്തുകളും എഴുതി. സെപ്റ്റംബർ 16 മാർപ്പാപ്പ റോമയിലേക്ക് മടങ്ങി. മാർപ്പാപ്പയ്ക്ക് കീഴടങ്ങാതെ നിന്നിരുന്ന ഫ്ലോറൻസുകാരെ 6ാം ഉർബൻ മാർപ്പാപ്പയുടെ കീഴിലേക്ക് ആനയിച്ചതും കാതറിനാണ്. പ്രായശ്ചിത്തവും അധ്വാനവും സിയനയിലെ വിശുദ്ധ കാതറിനെ രോഗിണിയാക്കി. വിശുദ്ധമായ ചര്യകൾക്കിടയിൽ കാതറിന് ധാരാളം ഉൾക്കാഴ്ചകളും വെളിപാടുകളും പഞ്ചക്ഷതവും ഉണ്ടായി. നീണ്ട വർഷങ്ങൾ ദിവ്യകാരുണ്യം മാത്രം സ്വീകരിച്ചാണ് വിശുദ്ധ ജീവിച്ചിരുന്നത്. റോമയിൽ വെച്ച് 33ാമത്തെ വയസ്സിൽ 1380 ഏപ്രിൽ 29 ഈ കന്യക ഭാഗ്യമരണം പ്രാപിച്ചു. 1461 2ാം പിയൂസ് മാർപ്പാപ്പ കാതറിനെ വിശുദ്ധയെന്ന് നാമകരണം ചെയ്തു. 1970 പോൾ 6ാമൻ മാർപ്പാപ്പ ആവിലായിലെ വിശുദ്ധ ത്രേസ്യയോടൊപ്പം കാതറിനെ വേദപാരംഗത എന്ന് പ്രഖ്യാപിച്ചു. വചനം ഹഗ്ഗായി 1-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങൾ ഏറെ തേടി, ലഭിച്ചതോ അല്പം മാത്രം. നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാനത് ഊതിപ്പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. വിചിന്തനം. സീനായിലെ വിശുദ്ധ കാതറിൻ
മാർപ്പാപ്പമാരെ അവിഞ്ഞോണിൽ നിന്നും റോമായിലേക്ക് തിരികെ അയക്കുമ്പോൾ ഹഗായി പ്രവാചകനിലൂടെ ദൈവം തൻ്റെ ആലയത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ ആ ആവലാതി പൂർണ്ണമായി എന്ന് കരുതാം. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളോട് ചോദിക്കുന്നതും ഇതേ ചോദ്യമല്ലേ? ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. നമ്മുടെ എളിയ സഹോദരരിൽ ആരെങ്കിലും വേദന അനുഭവിച്ച് റോഡരികിൽ മാറി നിന്ന് കരയുന്നത് കാണുമ്പോൾ, ഏകാന്തതയിൽപ്പെട്ട് ഉഴലുന്നത് കാണുമ്പോൾ, സഭയിൽ നിന്ന് അകന്നു ജീവിക്കുന്നത് കാണുമ്പോൾ, അവരെ തിരികെ സഭയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നാം എന്താണ് ചെയ്യുന്നത്? കർത്താവിൻ്റെ വേദനയോട് നാം എങ്ങനെയാണ് മറുപടി നൽകുന്നത്?